ഇന്ന് വി ഡി സതീശനെ കാണാൻ കൂട്ടാക്കാതെ രമേശ് ചെന്നിത്തല പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നിലവിൽ നീരസത്തിൽ തന്നെയാണ്, അതൃപ്തി തന്നെയാണ്, അസംതൃപ്തി തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. സുപ്രധാന പദവി പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും മന്ത്രിസ്ഥാനത്തിനായി കരുനീക്കങ്ങൾ സജീവമാക്കി മലബാറിലെ MLA-മാരും സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, കെ ജയന്ത്, കെ പ്രവീൺകുമാർ എന്നിവരാണ് മന്ത്രിസ്ഥാനത്തിനായി രംഗത്തുള്ളത്. മന്ത്രിസ്ഥാനത്തിനായി ലീഗിൽ നിന്ന് ആരൊക്കെ എത്തും എന്നതും ചോദ്യചിഹ്നമായി തുടരുകയാണ്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. PV കുട്ടൻ, ഏതായാലും ഇനിയിപ്പോൾ അടുത്ത വെല്ലുവിളി കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് ആരൊക്കെ വരുമെന്നുള്ളത് തന്നെയാണ്. വിവിധ ഗ്രൂപ്പുകൾക്കായി വീതം വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിൽ KC വേണുഗോപാൽ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്, K സുധാകരൻ്റെ നിലപാട് നിർണായകമാണ്, അതോടൊപ്പം ചെന്നിത്തലയുടെ നിലപാട് നിർണായകമാണ്, VD സതീശൻ്റെ നിലപാട് നിർണായകമാണ്. കോഴിക്കോട്ട് നിന്ന് ആരൊക്കെയാണ് നിലവിൽ പട്ടികയിലുള്ളത്? ഓരോരുത്തരും ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായി വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ആരൊക്കെയാണ് ക്ലെയിം ഉന്നയിച്ച് വന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ? സിജു, മലബാറിൻ്റെ ഒരു പൊതുചിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ സണ്ണി ജോസഫാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. KPCC പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പേരാവൂരിൽ നിന്നുള്ള MLA ആണ്. ശക്തമായി KC വേണുഗോപാലിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നേതാവാണ് സണ്ണി ജോസഫ്. അദ്ദേഹം പല ഘട്ടങ്ങളായി KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനുവേണ്ടി വലിയ പിന്തുണ നൽകിയിരുന്നു. പലതരത്തിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ആദ്യം പറയുന്ന പേര് സ്വാഭാവികമായും സണ്ണി ജോസഫിൻ്റെതായിരിക്കും. അതിന് തുടർച്ചയായി ഇങ്ങോട്ട് കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിനായി രംഗത്തുള്ളത്. ഒന്ന് KPCC ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ച MLA-മായ അഡ്വക്കേറ്റ് K ജയന്താണ്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് പ്രവീൺകുമാറും വളരെ ശക്തമായി ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി രംഗത്തുണ്ട്. ടി സിദ്ദിഖാണ്. അദ്ദേഹം കോഴിക്കോട് DCC പ്രസിഡന്റൊക്കെ മുൻ പ്രസിഡന്റായിരുന്നു. പക്ഷേ ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നാണ് അദ്ദേഹം 2 തവണ ജനവിധി തേടിയതും MLA-ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും. ഇത്തരത്തിൽ ഈ 4 നേതാക്കളാണ് മന്ത്രിസ്ഥാന പട്ടികയിൽ ഇവിടെ സജീവമായി ഉയർന്നു കേൾക്കുന്ന പേരുകൾ. ഇതിനകത്ത് സണ്ണി ജോസഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു, മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റ് 3 പേരിലേക്ക് വന്ന ടി സിദ്ദിഖിനും അവസരമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം K ജയന്തും പ്രവീൺകുമാറും കോഴിക്കോട് ജില്ലക്കകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിനൊരു MLA ഉണ്ടാവുന്നത്. കോൺഗ്രസിന് സ്വാഭാവികമായും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോഴിക്കോട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ക്ലെയിം കോഴിക്കോട് DCCയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനകത്ത് മറ്റ് പരിഗണനകൾ വെച്ച് നോക്കുമ്പോൾ, സാമുദായിക പരിഗണനകൾ വെച്ച് നോക്കുമ്പോൾ ഈഴവ പ്രാതിനിധ്യം എന്ന രീതിയിൽ ജയന്തിൻ്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജയന്ത് വിജയിച്ചാൽ അത്തരത്തിൽ മന്ത്രിസ്ഥാനം നൽകുമെന്ന തരത്തിലുള്ള ചില വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലും K സുധാകരനും ഒരുമിച്ച് ജയന്തിൻ്റെ പേര് പറയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനുള്ള ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ കോഴിക്കോട് വിജയത്തിന് ചുക്കാൻ പിടിച്ച DCC പ്രസിഡന്റ് പ്രവീൺകുമാറും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ക്ലെയിമുമായി രംഗത്തുണ്ട്. പക്ഷേ എത്രത്തോളം വിജയിക്കും എന്നറിയില്ല. മറ്റ് സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ജയന്തിനാണ് കുറച്ചുകൂടി മുൻതൂക്കം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഏതായാലും പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നും ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ്. ഇതിൽ ആര് വേണമെങ്കിലും വരാമെന്നുള്ളതാണ്. ഏതായാലും ഈ 4 പേരുകൾ മലബാറിലെ ഈ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നും വളരെ സജീവമായി 4 പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. പാലക്കാട് നിന്നും VT ബൽറാമിൻ്റെ പേരും, അത് VD സതീശൻ തന്നെ VT ബൽറാമിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും മന്ത്രിസഭക്കകത്ത് VD സതീശനും KC വേണുഗോപാലും നമുക്ക് ഇങ്ങനെ പറയാം. അതായത് കുട്ടൻ, വയനാട്ടിൽ നിന്ന് ടി സിദ്ദീഖിന് ഒരു സീറ്റ് ഉറപ്പായിട്ടുണ്ടാകും. കോഴിക്കോട് നിന്ന് ഈ പറയുന്ന പോലെ ജയന്താണെങ്കിൽ, കണ്ണൂരിൽ നിന്ന് സണ്ണി ജോസഫ്, പാലക്കാട് നിന്ന് തൃത്താലയിൽ നിന്ന് ജയിച്ച VT ബൽറാം, അങ്ങനെ 4 പേരുടെ കാര്യത്തിൽ ഉറപ്പുണ്ട്. അതിൽ ഉറപ്പില്ലാത്തത് പ്രവീൺകുമാറിൻ്റെ, കോഴിക്കോട് പ്രവീൺകുമാറിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. ജയന്തിൻ്റെ കാര്യത്തിൽ ഒരു പകുതിയിലധികം ഉറപ്പുണ്ട്. കാരണം അത് സുധാകരൻ പിടിവലി നടത്തുന്നു. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് അടക്കം കൃത്യമായ നിലപാട്, ഈ ജയന്തിന് അനുകൂല നിലപാടാണ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. മറ്റ് ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനി അവിടെ കണ്ണൂരിൽ മറ്റാർക്കെങ്കിലും സാധ്യതയുണ്ടോ? കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കോൺഗ്രസ് സംബന്ധിച്ച് മറ്റ് സാധ്യതകളൊന്നുമില്ല. സിജു, ഈ പറഞ്ഞ പേരുകൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം തന്നെ മുസ്ലിം ലീഗ്, നമുക്കറിയാം ലീഗിന് ഏറ്റവും പ്രധാനപ്പെട്ട MLA-മാരുള്ളത് മലബാർ മേഖലയിൽ തന്നെയാണ്. 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്നും ലീഗ് ഒരു കാരണവശാലും പിറകോട്ട് പോകുന്നില്ല. സ്റ്റാറ്റസ് കോ നിലവിലുണ്ടായിരുന്ന കഴിഞ്ഞ 2011 ഉണ്ടായിരുന്ന ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ള കർശന നിർബന്ധത്തിൽ തന്നെയാണ്, കർശന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വമുള്ളത്. കാരണം ലീഗിനും വലിയ രീതിയിലുള്ള സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിസ്ഥാനം വേണം. അതിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച്
പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മന്ത്രിസ്ഥാനം മാത്രമാണ് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുള്ളത്. മറ്റു പേരുകൾ KM ഷാജി, PK ബഷീർ, N ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള പേരുകൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച കൺഫർമേഷൻ വന്നിട്ടില്ല. പാണക്കാട് തങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള ഫൈനൽ തീരുമാനമുണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് ഇപ്പോൾ അറിവായിട്ടില്ല. ഏതായാലും ഈ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് നിന്ന് കോഴിക്കോട് ലീഗിന് 6 MLA-മാരുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോടിന് ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന് ഇന്നലെ MK മുനീർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരത് ലീഗ് നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടുത്തെ, അതോടൊപ്പം തന്നെ കുന്നമംഗലത്തും വിജയിച്ച ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അതേസമയം തന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ലീഗിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരുണ്ടായിരുന്നില്ല ചരിത്രത്തിന് ശേഷം. അപ്പോൾ അവിടെ മഞ്ചേശ്വരത്ത് വിജയിച്ച അഷ്റഫിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള ചർച്ചകൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. നാളെ വൈകിട്ടോടുകൂടി ഏതാണ്ട് ഒരു തീരുമാനമാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഒക്കെ കാലത്ത് കൈവശം വെച്ചിരുന്ന വകുപ്പുകളിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ മുസ്ലിം ലീഗ് അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനവും കൂടി എടുത്തു. ശരി, PV കുട്ടനാണ് കോഴിക്കോട് നിന്നുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.